കൊല്ലം കളക്ടറേറ്റിൽ വ്യാജ ബോംബ് ഭീഷണി മുഴക്കിയയാൾ അറസ്റ്റിലായി. വീട്ടിൽ സൗകര്യമില്ലാത്തതിനാൽ ജയിലിൽ പോകണമെന്ന വിചിത്രമായ ആഗ്രഹം മൂലമാണ് ഭീഷണി മുഴക്കിയതെന്ന് ഇയാൾ പോലീസിനോട് സമ്മതിച്ചു. കൊല്ലം മയ്യനാട് മുക്കം വലിയഴികം വീട്ടിൽ പ്രമോദാണ് അറസ്റ്റിലായത്. വ്യാഴാഴ്ച രാവിലെയായിരുന്നു സംഭവം. രാവിലെ 10 മണിയോടെ പോലീസ് കൺട്രോൾ റൂമിന്റെ 112 എന്ന നമ്പറിലേക്ക് വന്ന ഫോൺ കോളിലൂടെയായിരുന്നു ഭീഷണി. ഞാൻ കൊല്ലം കളക്ടറേറ്റിൽ ബോംബ് വച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ ട്രേസ് ചെയ്ത് പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ 50 മിനിറ്റിനുള്ളിൽ ബോംബ് പൊട്ടും എന്നായിരുന്നു മൊബൈൽ നമ്പറിൽ നിന്ന് വിളിച്ചയാൾ അറിയിച്ചത്. വിവരം ലഭിച്ചയുടൻ കളക്ടറേറ്റ് പരിധിയിലുള്ള കൊല്ലം വെസ്റ്റ് സ്റ്റേഷനിലെ പോലീസും ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും സംഭവസ്ഥലത്തേക്ക് കുതിച്ചെത്തി. സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിലും പരിസരത്തും മണിക്കൂറുകളോളം വ്യാപക പരിശോധന നടത്തിയെങ്കിലും സംശയാസ്പദമായി ഒന്നും തന്നെ കണ്ടെത്താനായില്ല. ഇതേ തുടർന്ന് ഇത് വ്യാജ ഭീഷണിയാണെന്ന് സ്ഥിരീകരിച്ചു. ഇതിനിടെ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെ മയ്യനാട് സ്വദേശിയായ പ്രമോദായി തിരിച്ചറിഞ്ഞു. കൊല്ലം വെസ്റ്റ് പോലീസ് സംഘം ഇരവിപുരം പോലീസിന്റെ സഹായത്തോടെ പ്രമോദിന്റെ വീട്ടിലെത്തി ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ചോദ്യം ചെയ്യലിൽ താനാണ് വിളിച്ചതെന്ന് പ്രമോദ് ഉടൻ തന്നെ സമ്മതിച്ചു. വീട്ടിൽ സൗകര്യങ്ങളില്ലെന്നും ജയിലിൽ പോകാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നുമാണ് പ്രമോദ് പോലീസിനോട് പറഞ്ഞത്. ദിവസങ്ങളായി ഇയാൾ മദ്യലഹരിയിലായിരുന്നുവെന്നും മാനസിക പ്രശ്നങ്ങളുണ്ടെന്നും വീട്ടുകാർ മൊഴി നൽകി. മദ്യപിച്ച് സ്ഥിരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നയാളാണ് പ്രതിയെന്ന് പോലീസും അറിയിച്ചു. അറസ്റ്റിന് പിന്നാലെ പ്രമോദിന് പിന്നീട് ജാമ്യം കിട്ടി. മുമ്പ് ബോംബ് സ്ഫോടനം നടന്ന ചരിത്രമുള്ള കൊല്ലം കളക്ടറേറ്റുമായി ബന്ധപ്പെട്ട് ഇത്തരം ഭീഷണികളെ അതീവ ജാഗ്രതയോടെയാണ് അധികൃതർ കാണുന്നത്. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ഇമെയിൽ വഴിയും നിരവധി വ്യാജ ബോംബ് ഭീഷണികൾ കളക്ടറേറ്റിൽ എത്തിയിരുന്നുവെങ്കിലും പ്രതികളെ കണ്ടെത്താനോ അറസ്റ്റ് ചെയ്യാനോ കഴിഞ്ഞിട്ടില്ല. ഇത്തരം സംഭവങ്ങൾ ജില്ലാ ഭരണകൂട സംവിധാനങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. രാവിലെ 10 മണിയോടെയാണ് പോലീസ് കൺട്രോൾ റൂമിലെ 112 എന്ന നമ്പറിലേക്ക് ഭീഷണി സന്ദേശം എത്തിയത്. എന്തായാലും ജീവനക്കാരും പൊതുജനങ്ങളും പരിഭ്രാന്തിയിലായെങ്കിലും സംശയാസ്പദമായ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല. ഇതോടെ ഭീഷണി വ്യാജമാണെന്ന് അധികൃതർ സ്ഥിരീകരിക്കുകയായിരുന്നു. ഭീഷണി മുഴക്കിയ മൊബൈൽ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിലാണ് പ്രതി പ്രമോദാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞത്. ഒടുവിൽ ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ജയിലിൽ പോകാനാണ് താൻ ഫോൺ വിളിച്ചതെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞു. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രമോദിന് പിന്നീട് കോടതി ജാമ്യം അനുവദിച്ചു. എന്തായാലും വ്യാജ ഭീഷണിയാണെന്ന് മനസ്സിലാക്കിയതോടെയാണ് ജനങ്ങൾക്കും അതുപോലെ തന്നെ ജീവനക്കാർക്കും ആശ്വാസം വന്നത്. എന്തായാലും തുടർച്ചയായുള്ള വ്യാജ ബോംബ് ഭീഷണികളിൽ കൊല്ലം കളക്ടറേറ്റ് കർശന ജാഗ്രത തന്നെ ഏർപ്പെടുത്തിയിരുന്നു. അതിനൊടുവിലാണ് ഇത്തരത്തിൽ മറ്റൊരു വ്യാജ ബോംബ് ഭീഷണിയും